ഹലോ ഗുഡ് ഈവനിങ് മക്കളെ. അപ്പോൾ നമ്മളിന്ന് പാരലൽ ലൈൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിലെ വർക്കൗട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് രാവിലെ ഇട്ട വർക്കൗട്ടിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളോട് ക്ഷമിക്കുക, ഇതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാർട്ട് പോലും ചെയ്തിട്ടില്ല. പക്ഷേ ഇത് പഠിച്ച കുട്ടികൾ കാണുമല്ലോ ട്യൂഷനിലൊക്കെ പോയി, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ ഇട്ടിരുന്നത്. ഒന്ന് ചെയ്തു നോക്കുക. കഴിഞ്ഞ ദിവസം ചെയ്തോട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ്. എളുപ്പമാട്ടോ. ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ കാണിച്ചുതരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് അതർ ആംഗിൾസ് ഇൻ ദി ഗീവൻ ഫിഗർ. ഇവിടെ ഒരു സൈഡിൽ മാത്രം 60 ഡിഗ്രി തന്നേക്കുവാണ്. എന്നിട്ട് ബാക്കിയുള്ള 3 ഇതിലെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ബാക്കി 3 ആംഗിൾസുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങളെപ്പോഴും കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു വര വരച്ചിട്ട് അതിൻ്റെ ഇവിടെ കുറച്ച് അളവ്, ഇപ്പോൾ 150 തന്നേക്കുന്നതെന്ന് വിചാരിച്ചോ, 150 തന്നേക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര വരും? 30. കാരണം ഇതൊരു വര, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇവിടെ ഉള്ള ഇത്രയും ഭാഗത്തുള്ള ഇതിനെന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ പെയർ എന്നാണ് പറയുന്നത്. ഒരു ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 180 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ഈ ഭാഗവും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആണ് കേട്ടോ. അതിനാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ ഈ ഭാഗം മാത്രം നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര വരും? അതായത് ഇതൊരു ലീനിയർ പെയർ ആയിരിക്കും ആണ്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ മൊത്തം 180 ആണ്. അപ്പം 180ൽ നിന്ന് 60 കുറച്ചാൽ എത്ര വരും? 0, 120 ഡിഗ്രി, 120. അപ്പം നമുക്ക് വേറൊരു ട്രിക്ക് അറിയാമോ? ഇത് ഇത്രയാണെങ്കിൽ 180 ഡിഗ്രി. അപ്പോൾ ഇത് ഫുള്ള് വരുമ്പോൾ എത്രയാവും? ഇത് ഫുള്ള് വരുമ്പോൾ 360 ഡിഗ്രി എന്ന് പറയും. അതായത് ഇങ്ങനെ ഒരു സർക്കിളിൻ്റെ ഫുൾ അളവെന്ന് പറഞ്ഞാൽ എത്ര? 360 ഡിഗ്രി. അപ്പോൾ ഇവിടെ 120 ആണെങ്കിൽ വേറെ കാണും, ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ 120, ബിക്കോസ് ഇറ്റ് ഈസ് എ കറസ്പോണ്ടഡ് ആംഗിൾ. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെയും 60. അപ്പോൾ ഇതൊന്ന് കൂട്ടി വെക്കാം. നമുക്ക് മൊത്തം 360 ഡിഗ്രി 360 ഡിഗ്രി കിട്ടുവാണെങ്കിൽ ഇത് കറക്റ്റാണ്. അപ്പം 120 + 60 എത്ര വരും? 180. അതെന്താ, ഒരു ലീനിയർ പെയർ ആയതുകൊണ്ട് 180 എന്ന് വരും. അതുപോലെ തന്നെ ഇതും കൂട്ടുമ്പോൾ 180 എന്ന് വരും. അപ്പം 180 + 180 എത്ര വരും? 360 ഡിഗ്രി വരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരവായേ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ അതർ ആംഗിൾസ് ഇൻ ദി ഗീവൻ ഫിഗർ. ഫിഗർ ഏതാണ്? ഇതാണ് ഈ ഫിഗർ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് നോക്കിക്കാലോ. അതിനു മുമ്പ് ഈ ഒരു സൈഡ് എത്രയായിരിക്കും? ദിസ് ഇസ് എ റൈറ്റ് ആംഗിൾ. അതായത് ഇങ്ങനെ നേരെ ഇരിക്കുന്നത് ഇതിനെയാണ് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അവിടുത്തെ ആംഗിൾ അവിടെ കൊടുത്തേക്കത്തില്ല. പകരം നമ്മളങ്ങ് ഊഹിക്കുക 90 ഡിഗ്രി ആണ് കേട്ടോ. അപ്പം നമുക്കത് വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് മക്കളെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ 90 ഡിഗ്രി ആണെന്നറിയാമല്ലോ. ഇതൊരു ലീനിയർ പെയർ ആണ് ഇവിടെ നിന്ന് ഇതുവരെ. അപ്പോൾ ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആണെന്ന് നേരത്തെ പറഞ്ഞു തന്നല്ലോ. എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. ഓക്കെ, ഇതെപ്പോഴും ഒരു ബുക്ക് എഴുതി സൂക്ഷിച്ച് വെച്ചേക്കണം. അപ്പോൾ ഈ ലീനിയർ പെയറിൽ ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും. ബിക്കോസ് എന്തുകൊണ്ട്? ഇവിടെ 90 + 90 എത്രയാ? 180 ഡിഗ്രി, 180 ഡിഗ്രി. അത് കഴിയുമ്പോൾ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടുത്തെ ആംഗിൾ ഇവിടെ 90 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഇവിടെ 90 ഡിഗ്രി. ഇതെല്ലാം ഒരു കൂട്ടി നോക്കി എത്ര വരും? 90 + 90 എത്ര? 180. 90 + 90 180. 180 എത്രയാണ്? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ഇത് അടക്കുന്നത് 360. അപ്പോൾ ഓക്കെ, നമുക്കിത് കിട്ടി. അടുത്ത് നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് മകളെ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്ത് കിട്ടും? അടുത്തടുത്ത വീഡിയോയിൽ കിട്ടും. നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നതിന് നിങ്ങൾക്കത് കമൻ്റായിട്ട് അറിയിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ.
ഈ ഫിഗർ ഇതുപോലെ കറക്റ്റ് മെഷേഴ്സ് വരയ്ക്കുക. അതെങ്ങനെ വരയ്ക്കും അതാണ് നമ്മളിനി നോക്കാം. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ആ വീഡിയോയിൽ ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ ആ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വരച്ച് കാണിച്ചു തരാം. അതിൽ 3 ആയിരുന്നു, 3 സെൻറ്റിമീറ്റർ ആയിരുന്നു എന്ത് ബേസ്. ഞാൻ വരച്ച് കാണിച്ചു തരാം. കുറച്ച് കയറിപ്പോയി, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് 3, കുറച്ച് നീക്കി വെച്ചിട്ട് ഓക്കെ കാണാമല്ലോ. 3 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇതുവരെ 3 സെൻറ്റിമീറ്റർ. അത് കഴിഞ്ഞിട്ട് എത്രയായിരുന്നു? 120 ഡിഗ്രി ആയിരുന്നു അങ്ങോട്ട് വരയ്ക്കാൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇതല്ലായിരുന്നു മക്കളെ ക്വസ്റ്റ്യൻ. അപ്പം 120 ഡിഗ്രി അങ്ങോട്ട്, പിന്നെ 3 സെൻറ്റിമീറ്റർ ബേസ്, 3 സെൻറ്റിമീറ്റർ സൈഡിലോട്ട് വരയ്ക്കണം. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കും നിങ്ങൾക്ക് അറിയാമോ? ഇല്ല, അറിയാവുന്നവരും കാണും, അറിയാണ്ടാത്തവരും കാണും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ 3 സെൻറ്റിമീറ്റർ ബേസ് വരച്ചു. അടുത്ത് നമ്മൾ അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ടീച്ചർക്ക് കുറച്ച് ഇത് കയറിപ്പോയി. പക്ഷേ അത് നിങ്ങൾ വരയ്ക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ ആയിപ്പോയി 120 ഡിഗ്രി കിട്ടി, പക്ഷേ അത് കുറച്ച് കയറിപ്പോയി. അതായത് ഞാൻ കുറച്ച് കയറ്റി വരച്ചോളാം. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഈ ലൈൻ ഇവിടെയോ ഒക്കെ വരയ്ക്കണം കേട്ടോ മക്കളെ. അപ്പം 120 ഡിഗ്രി വരയ്ക്കുക. രൂപത്തിന് അങ്ങ് നീട്ടി കൊടുക്കുക. ഇപ്പം ആവശ്യത്തിനുള്ളതായി. അടുത്ത ഈ സൈഡിൽ വരയ്ക്കുക 120 ഡിഗ്രി. ഓക്കെ, അവിടെ വെച്ചിട്ട് കറക്റ്റായിട്ട് ലൈനിൽ മുട്ടിച്ചിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ. ഓക്കെ, ഇങ്ങനെ വരച്ച്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് കോമ്പസിറ്റ് ആയിരിക്കും വരയ്ക്കാൻ പറ്റും. തൽക്കാലം നിങ്ങൾക്ക് ഞാൻ സ്കെയിലിട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഈ സ്കെയിൽ ഇങ്ങോട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിൽ 3 സെൻറ്റിമീറ്റർ കറക്റ്റ് ആക്കി വെച്ചിട്ട് ഓക്കെ 3 സെൻറ്റിമീറ്റർ കിട്ടി. അങ്ങനെ വേണം വയ്ക്കുക. അപ്പം അവിടെ ഒരു കണ്ട ഇതുവരെ 3 സെൻറ്റിമീറ്റർ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ നീക്കുന്നു. 3 സെൻറ്റിമീറ്റർ ഇവിടെ വയ്ക്കുന്നു, അങ്ങോട്ട് നോക്കുന്നു, വരച്ച്. അപ്പം നമുക്ക് 3 സെൻറ്റിമീറ്റർ കിട്ടി. കണ്ടോ, കറക്റ്റായിട്ട് 3 സെൻറ്റിമീറ്റർ കിട്ടി. ഇത് എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രി. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ ഒരിക്കൽ കൂടി വീഡിയോ ചെയ്തിട്ടുന്നതായിരിക്കും. ഇത് മാത്രം വരയ്ക്കുന്നത് ആ ക്ലാസ് എടുക്കുന്ന വീഡിയോ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ 3 സെൻറ്റിമീറ്റർ വെച്ച് കിട്ടി. അങ്ങനെ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത് നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനാണ് നോക്കാൻ വന്നത്. ഫൈൻഡ് ദ തേർഡ് മെഷേഴ്സ്. ഇതിലെ 3ാമത്തെ മെഷർ എങ്ങനെ കണ്ടുപിടിക്കും? അതിനാണ് നിങ്ങൾക്കായിട്ടുള്ള അടുത്തൊരു ട്രിക്കാണ്. ട്രിക്കല്ല, നമ്മൾ പൊതുവെ പഠിക്കുന്നൊരു കാര്യമാണ്. ഓരോ ട്രയാങ്കിളിൻ്റെ മൊത്തത്തിലുള്ള സം കേട്ടോ. അതിൻ്റെ ഒരു ട്രയാങ്കിൾ സം എത്രയായിരിക്കും? എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനില്ല. അതായത് ഇവിടുത്തെ 80ഉം ഇവിടുത്തെ 40ഉം പിന്നെ ഇവിടെ നമുക്ക് കിട്ടാത്ത ഉത്തരം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എപ്പോഴും 180 ആയിരിക്കും കിട്ടുന്നത്. അതിൽ കൂടുതലില്ല, ഒരിക്കലും കൂടുതലില്ല, ഒരിക്കലും കുറയുമില്ല. അത് വലിയ ക്ലാസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടുത്തെ ഒരു ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് 3ഉം കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ 80 പ്ലസ്, ആദ്യം നിങ്ങൾ 80 പ്ലസ് 40 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കണം. 120. അപ്പം നമുക്ക് മൊത്തം 180 ഡിഗ്രിയാണെന്നറിയാം. അപ്പോൾ 180 മൈനസ് 120 ചെയ്യണം. 0, 8 2 എത്ര? 6. അപ്പോൾ 60 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്ന് കിട്ടിയില്ലേ? 60 ഡിഗ്രി. ഓക്കെ, അടുത്തേ ഉള്ളൂ. അടുത്തത് ഡ്രോ ആൻഡ് ഫൈൻഡ് ദ മെഷർ. ആദ്യം ഇത് വരയ്ക്കണം, പിന്നെ ഇതിൻ്റെ മെഷർ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടുത്തെ മെഷർ കണ്ടുപിടിക്കണം കേട്ടോ. അത് വേണം ആദ്യം ചെയ്യാം. എപ്പോൾ വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇവിടുത്തെ മെഷർ കണ്ടുപിടിച്ചിട്ടേ വരയ്ക്കാവൂ. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 60 40 എത്രയാണെന്ന് കൂട്ടണം. എന്നിട്ട് മൊത്തം എത്രയാ? 180. 180ൽ നിന്ന് അത് മൈനസ് ചെയ്യണം. 60 40 എത്രയാ? 100 കിട്ടിയേ. പിന്നെ 180ൽ നിന്ന് ബാക്കി 100 കുറയ്ക്കണം. എത്ര വരും? 80 ഡിഗ്രി വരും. അപ്പോൾ ഇവിടെ 80 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ എങ്ങനെ ഇത് വരയ്ക്കും? അത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 5 സെൻറ്റിമീറ്റർ വരച്ച് ഓക്കെ. എന്നിട്ട് എത്ര ഡിഗ്രി അങ്ങോട്ട് വരയ്ക്കാൻ പറഞ്ഞത്? 40 ഡിഗ്രി, അതായത് 40 ഡിഗ്രി. ഈ വരയിലൊക്കെ കറക്റ്റായിട്ട് മുട്ടിച്ച് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ 40 ഡിഗ്രി ഓക്കെ വരച്ചു. ഓക്കെ ആയേ? ഞാൻ 40 ഡിഗ്രിയാണ് എടുത്ത്. നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി കറക്റ്റാക്കി തരാം.
കണ്ടോ 40 ഡിഗ്രി കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടി. ഇനി അടുത്ത് ഇവിടെ വെച്ചിട്ട് നമ്മൾ മേളിൽ വെച്ചിട്ട് 60 വരച്ചാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? അളവ് തെറ്റിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ സൈഡിൽ അളവ് കണ്ടുപിടിച്ചിട്ട് വരയ്ക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ സൈഡിൽ അളവ് കണ്ടുപിടിച്ചിട്ടേ അവിടെ വരയ്ക്കാവൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയായിരുന്നു അങ്ങോട്ട് 60 ഡിഗ്രി അല്ലായിരുന്നോ? സോറി 80 ഡിഗ്രി ആയിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 60 ഡിഗ്രി. അത് ഞാൻ കാണിച്ചു തരാം. നമ്മളിത് കൂട്ടി വരയ്ക്കുമ്പോൾ അത് ശരിയാവുന്നതായിരിക്കും. സോറി കേട്ടോ, വീഡിയോ ചെറുതായിട്ട് അപ്പോൾ സോറി വെക്കണം, ഞാൻ ചെറുതായിട്ടൊരു ആക്സിഡൻറ്റ് പറ്റിയതാ. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ഇങ്ങനെയൊന്ന് കൂട്ടി വരയ്ക്കാം. കണ്ടോ? ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ അളവ്. കണ്ട് കറക്റ്റായിട്ട് അവിടെ നിന്ന് 60 ഡിഗ്രി കിട്ടും, ഒരു 60 ഡിഗ്രി കിട്ടുകയും ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എന്തു ഇത് 80 ഡിഗ്രിയും കിട്ടി. ഓക്കെ ആയ. അപ്പോൾ നമ്മളിത് ഡ്രോ ചെയ്തു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ